10 വയസ്സുള്ള കുഞ്ഞിനെ പോലും വെടിവെച്ചു കൊന്ന ഒരു കാലമായിരുന്നു UDFന്റെ കാലം. തെരുവിൽ നിരവധി നിസ്സഹായരായ മനുഷ്യരെന്ന് കൊല്ലപ്പെട്ടു. സമാധാനമായി ഉറങ്ങാൻ കഴിയുമായിരുന്നില്ല. ഗവൺമെന്റ് എന്ത് ചെയ്തു? ഈ വർഗീയവാദികളെ, ഭീകരരെ അമർച്ച ചെയ്യാൻ അന്നത്തെ ഭരണ സംവിധാനത്തിന് കഴിഞ്ഞോ? ഇല്ല. നിസ്സഹായമായി നിന്നു കോൺഗ്രസിന്റെ ഗവൺമെന്റുകൾ. അന്നൊരിക്കലാണ് കോഴിക്കോട് നഗരത്തിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ വർഗീയവാദികളിൽ ഒരാൾ പ്രവീൺ തൊഗാഡിയ വന്ന് വർഗീയ വിഷം തുപ്പുന്ന ഒരു പ്രസംഗം നടത്തി. ഒരു കലാപത്തിന്റെ വേറൊന്നും വേണ്ട, അമ്മാതിരി ഒരു പ്രസംഗമാണ്. സ്വാഭാവികമായും പോലീസ് ഒരു കേസെടുത്തു. ഉടനെ RSSന്റെ ആസ്ഥാനത്ത് നിന്നും കല്ലെ പിളർക്കുന്ന ആജ്ഞ വന്നു. ഇപ്പൊ പിൻവലിച്ചോളണം കേസ്. ഞങ്ങളുടെ നേതാവിന്റെ പേരിൽ നിങ്ങൾ കേസെടുക്കുന്നു. നിസ്സഹായമായി പിൻവലിച്ചു കൊടുത്തു UDF സർക്കാർ ആ കേസ്. തിരുവനന്തപുരം കേശവദാസപുരത്തെ മഹാത്മാഗാന്ധി കോളേജ്, ആ കോളേജിൽ പുറമേ നിന്നുള്ള ഒരു RSSന്റെ ക്രിമിനൽ സംഘം കടന്നുകയറി ആക്രമണം അഴിച്ചുവിട്ടു. തടയാൻ ശ്രമിച്ച പോലീസിന് നേരെ ബോംബെറിഞ്ഞു. ബോംബ് പൊട്ടി ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ കാല് ചിതറിത്തെറിച്ചു. സ്വാഭാവികമായി വധശ്രമത്തിനൊരു കേസെടുത്തു. RSS കാര്യാലയത്തിൽ നിന്നും അന്ത്യശാസനം വന്നു. ഇപ്പൊ പിൻവലിക്കണം കേസ്, ഈ മണിക്കൂറിൽ, നാളേക്ക് വെക്കാൻ പാടില്ല. മുട്ടുപറച്ച് മൂത്രമൊഴിച്ച് കേസ് പിൻവലിച്ചു കൊടുത്തു ഉമ്മൻചാണ്ടിയുടെ സർക്കാർ. കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു പോലീസ് ഓഫീസറെ ബോംബെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ച കേസ് പ്രതികളുടെ ഭീഷണിയെ തുടർന്ന് പിൻവലിച്ചു കൊടുത്തത്. വലിയ ന്യൂനപക്ഷ സംരക്ഷണം പറയുന്നുണ്ടല്ലോ. ഈ കേരളത്തിൽ നാം കണ്ടതാണ്. RSS വരയ്ക്കുന്ന വരയ്ക്കപ്പുറം ഒരടി വെക്കാനുള്ള ആർജവമില്ലാതെ കാര്യാലയത്തിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശമനുസരിച്ച് ഭരണം നടത്തിയ ഒരു കാലം അതായിരുന്നു. സ്വാഭാവികമായി മറുവർഗീയതയും ശക്തിപ്പെടും. 2 വർഗീയതയും ശക്തിയായി. 2 വർഗീയതയ്ക്കും നേതൃത്വം കൊടുക്കുന്നവർ സർക്കാരിനെ നിയന്ത്രിച്ചു. സർക്കാർ ആജ്ഞാനുവർത്തിയായി മാറി. വർഗീയ സംഘർഷങ്ങളിൽ മുഖം നോക്കാതെ നിലപാട് സ്വീകരിക്കാനോ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാനോ അന്ന് സാധിച്ചില്ല. നമ്മുടെ തൊട്ടടുത്ത് മാറാട് ഉൾപ്പെടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇത്തരം കലാപങ്ങളിൽ ജീവൻ നഷ്ടപ്പെട്ട മനുഷ്യർ കേരളത്തിന്റെ ചരിത്രത്തിലെ എക്കാലത്തെയും വേദനിക്കുന്ന ഓർമ്മകളായി മാറി. അതായിരുന്നു കാലം. ആ കാലത്ത് നിന്നാണ് 10 വർഷം LDF അധികാരത്തിലിരുന്നപ്പോ വർഗീയ കലാപം എന്ന വാക്ക് അച്ചടിക്കാൻ ഒരു പത്രത്തിനും കേരളത്തിൽ കഴിഞ്ഞില്ല. അതാണ് മാറ്റം. അതോടൊപ്പം ഐക്യ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി വർഗീയ കലാപമില്ലാത്ത 10 വർഷം ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. 10 വർഷം തുടർച്ചയായി വർഗീയ കലാപമില്ല. ഇതിനു മുമ്പ് അങ്ങനെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു കാലം ഉണ്ടായില്ല. എന്തുകൊണ്ടുണ്ടായില്ല? ഇതിനു മുൻപ് 10 കൊല്ലം തുടർച്ചയായി LDF ഭരിച്ചിട്ടില്ല. ആദ്യമായാണ് LDF 10 കൊല്ലം തുടർച്ചയായി ഭരിച്ചത്. എല്ലാ വർഗീയവാദികളും മാളത്തിൽ ഒളിച്ചു. ഒരെണ്ണം പുറത്തിറങ്ങാൻ ധൈര്യപ്പെട്ടില്ല. കാരണം ഒരു വർഗീയവാദിയുടെയും പിന്തുണയോടെയല്ല LDF അധികാരത്തിൽ വന്നത്. ഇവരുടെ ആരുടെയും ഒരു പിന്തുണയും ഒരു സഹായവും ഒരു കാലത്തും നമുക്ക് ആവശ്യമില്ല. അതുകൊണ്ടാണ് മതനിരപേക്ഷവാദികളായ മനുഷ്യർ പ്രതീക്ഷയോടെ LDFനെ നോക്കുന്നത്. ഇപ്പൊ ഈ കേരളത്തിൽ നമ്മൾ കാണുന്നത് എന്താ? ഇരുവർഗീയതയുമായും കൂട്ടുകെട്ടുണ്ടാക്കിയല്ലേ LDFനെ പരാജയപ്പെടുത്താൻ ശ്രമിച്ചത്. തെരഞ്ഞെടുപ്പിൽ മതനിരപേക്ഷവാദികളെ ആശയക്കുഴപ്പത്തിലാക്കാൻ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ആദ്യം തന്നെ ഒരു വ്യാജ ആരോപണം UDFും കോൺഗ്രസും ഉയർത്തിയത്. RSS ഡീൽ. എന്താ ഉദ്ദേശം? RSSുമായി കോൺഗ്രസിന്റെ സഹകരണം, സഖ്യം, മുന്നണി പതിറ്റാണ്ടുകൾ പഴക്കമുള്ളതാണ്. 1960 മുതൽ തെരഞ്ഞെടുപ്പ് സഖ്യത്തിൽ RSSുമായി ഏർപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ്.